ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ എന്ന ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മെഘ്വാൾ ആയിരിക്കും ബില്ല് അവതരിപ്പിക്കുക. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ബിജെപി എല്ലാ എംപിമാർക്കും വിപ്പ് നൽകിയിരുന്നു. എല്ലാ എംപിമാരും സഭയിൽ ഉണ്ടാകണമെന്നാണ് ബിജെപിയുടെ നിർദ്ദേശം. ഫെഡറൽ സംവിധാനം തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പ്രതിപക്ഷം നേരത്തെ തന്നെ എതിർത്തിരുന്നു. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനാണ് സാധ്യത. അതേസമയം രാജ്യസഭയിൽ മേലുള്ള ചർച്ച ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ ചർച്ചകൾക്ക് മറുപടി നൽകും. വിശദ വിവരങ്ങളുമായി സ്വാതി ചേരുന്നുണ്ട്. സ്വാതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിലവിലുള്ള ഭരണഘടനാ അനുച്ഛേദങ്ങളിൽ 82, 83 ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തണം. മാത്രമല്ല ഈ 2/3 ഭൂരിപക്ഷം വേണം. പക്ഷേ നിലവിലുള്ള ബി.ജെ.പിയുടെ സ്ഥിതി അനുസരിച്ച് അതിനുള്ള സാധ്യത കുറവാണ്. 3/2 ഭൂരിപക്ഷത്തിനുള്ള സാധ്യത കുറവാണ്. എങ്ങനെയായിരിക്കും ഇനി ഈ ബില്ലുമായി ബന്ധപ്പെട്ട മറ്റ് നീക്കങ്ങൾ? വർഷ ഇന്നെന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് സഭയിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ ഈ ബില്ലിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു. രാജ്യത്തിന്റെ ഫെഡറലിസം തകർക്കുകയും ഭരണഘടനയെ തകർക്കുകയും ചെയ്യുന്ന ബില്ലാണ് ഇത് എന്നുള്ള ആക്ഷേപം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മാത്രമല്ല മറ്റു കോണുകളിൽ നിന്നൊക്കെ ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നൊരു സാഹചര്യത്തിലാണ് ഇന്ന് ബി.ജെ.പി ഇന്ന് ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും നിയമമന്ത്രി ഉച്ചയ്ക്ക് 12 മണിയോടെയായിരിക്കും ബില്ല് സഭയിൽ അവതരിപ്പിക്കുക. ഈ ബില്ലിൽ 2 ഭേദഗതികളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഭരണഘടനാ ഭേദഗതി, അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടൊരു ബില്ല്. അങ്ങനെയായിരിക്കും ഈ ബില്ല് ഇന്ന് അവതരിപ്പിക്കുക. എന്തായാലും ഇതിനെതിരെ പ്രതിപക്ഷം വലിയ തരത്തിൽ പ്രതിഷേധം ഉയർത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ നിയമസഭ, ലോക്സഭ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം കൂടി ഒറ്റഘട്ടമായി നടത്തുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ സംബന്ധിച്ച് വലിയ ഒരു കടമ്പ തന്നെയാണ്. അത്തരത്തിലൊരു നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത്. ഭരണഘടനയെ തകർക്കുന്ന തരത്തിലുള്ളൊരു നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ സഭയിൽ ഇന്ന് ബില്ല് അവതരിപ്പിക്കുമ്പോൾ എല്ലാ എംപിമാരും ഉണ്ടാകണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി.ജെ.പി ഇന്നലെ തന്നെ വിപ്പ് നൽകിയിട്ടുണ്ട്. എല്ലാ എംപിമാരും ഉണ്ടാകണം. അതേസമയം എസ്.പിയും തൃണമൂൽ കോൺഗ്രസും ഈ വിഷയത്തിൽ ഇതുവരെയും അവരുടെ നിലപാട് വ്യക്തമാക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും ഈ ബില്ലിനെതിരെ വിമർശനം ഉയരുമ്പോഴും ബില്ലിന്ന് അവതരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഈ ബില്ല് നേരെ JPCക്ക് വിടാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. വർഷ, സ്വാതി, ഒരുപക്ഷെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ എങ്ങനെ ഇത് പ്രായോഗികമാകും എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ബി.ജെ.പി മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും വർഷ, ഈ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് മാത്രമല്ല മറ്റ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെയൊക്കെ തന്നെയും പാടെ മാറ്റിക്കൊണ്ട് ഒരു വലിയ ഒരു പ്രയാസം നിറഞ്ഞ അല്ലെങ്കിൽ നടപടിക്രമങ്ങളിൽ കൂടുതൽ ഗുരുതരമായുള്ള പിശകുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇത് അത്ര എളുപ്പം നടപ്പിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ നടപടികളിലെല്ലാം തന്നെയും പൊതുവായ ഒരു മാറ്റം കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് അടക്കം വരുമ്പോൾ അതിന് ഏത് തരത്തിൽ ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതിൽ വലിയ ആശങ്കയൊക്കെ തന്നെയും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തമായൊരു മറുപടി ബി.ജെ.പിക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നാലും തങ്ങൾ ഈ ബില്ല് അവതരിപ്പിക്കും, അത് രാജ്യത്തിന് ആകമാനം നേട്ടമാകും എന്നുള്ള തരത്തിലാണ് ഈ ബി.ജെ.പിയുടെ നിലപാട്. ഇതിൽ നിന്നും പിന്നോട്ട് പോകാൻ ബി.ജെ.പി തയ്യാറാകുന്നില്ല എങ്കിൽ പോലും കടുത്ത പ്രതിഷേധം ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പം ഈ ഒരു ബില്ല് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് പ്രയാസകരമായി തന്നെ ഉണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയും ഒന്നുമല്ല, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തൊന്നും കൃത്യമായ പ്രതിഷേധങ്ങൾ നിരന്തരമായി ഉയർന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഇത് എളുപ്പത്തിൽ പാസ്സാക്കി എടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ബില്ലിൻ്റെ അവതരണത്തിന് ശേഷം JPCക്ക് വിടുന്നതിലും അതിന് പിന്നാലെ ഉണ്ടാകുന്ന നടപടിക്രമങ്ങളും അത് അത്തരത്തിലൊരു വലിയ കടമ്പ തന്നെ ഈ ബില്ല് കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും ഈ ഫെഡറൽ സംവിധാനത്തെയൊക്കെ പൂർണ്ണമായി
പൂർണ്ണമായും തകർക്കുന്ന ഒരു ബില്ല് തന്നെയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് BJPയുടെ അജണ്ടയായി അവർ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ്. നേരത്തെയും ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല ഈ ഡിസംബർ 20 പാർലമെന്റ് സമ്മേളനം അവസാനിക്കാൻ നിൽക്കുന്ന ഒരു സമയത്ത് അവസാന ഘട്ടത്തിലേക്ക് ഈ ബില്ല് അവതരിപ്പിക്കുന്നതിൽ അത്രയും സമയം കണ്ടെത്തിക്കൊണ്ട് ഏറ്റവും അവസാന സമയത്തേക്ക് കൊണ്ടുവയ്ക്കാൻ BJP തീരുമാനിച്ചതിന് പിന്നിലും കൃത്യമായ അജണ്ടകൾ ഉണ്ട് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വർഷ. ശരി സ്വാതി, എന്തായാലും പ്രതിപക്ഷ പാർട്ടികളടക്കം ഇതിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ BJP ഇത് നടപ്പാക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. വിവരങ്ങളാണ് സ്വാതി സന്തോഷം നൽകിയത്.